ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ജിതിൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അല്പസമയത്തിനകം നേഴ്സ് വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞു മാലാകയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതാ അച്ഛൻ്റെ കുട്ടി. നേഴ്സ് കുഞ്ഞിനെ ജിതിൻ്റെ കൈകളിലേക്ക് നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ജിതിൻ തൻ്റെ മകളെ ആദ്യമായി നെഞ്ചോട് ചേർത്തത്. തുടുത്തു ചുവന്ന കവിളുകളും അടഞ്ഞ കണ്ണുകളുമുള്ള ആ കുഞ്ഞു രൂപത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ ലോകം തന്നെ മറന്നുപോയി. അവൻ പതുക്കെ കുനിഞ്ഞ് ആ പൂവിതൾ പോലുള്ള നെറ്റിയിൽ തൻ്റെ ആദരങ്ങൾ അമർത്തി. എൻ്റെ മോൾ, ശങ്കരമംഗലത്തിൻ്റെ രാജകുമാരി, ജിതിൻ മന്ത്രിച്ചു. ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും സന്തോഷ കണ്ണീരോടെ കുഞ്ഞിനെ നോക്കി പ്രാർത്ഥിച്ചു. മുത്തശ്ശൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു നിന്നു. റൂമിലേക്ക് മാറ്റിയ മാളവികയുടെ അരികിലേക്ക് ജിതിൻ കുഞ്ഞിനെയും കൊണ്ട് നടന്നു ചെന്നു. പ്രസവവേദനയുടെ തളർച്ചയെ കട്ടിലിൽ കിടക്കുകയായിരുന്ന മാളവികയുടെ മുഖത്ത് ജിതിനെയും കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും കണ്ടത് പൂർണ്ണചന്ദ്രനെ പോലെ വിരിഞ്ഞു. ജിതിൻ പതുക്കെ മാളവികയുടെ അരികിലിരുന്ന് കുഞ്ഞിനെ അവളുടെ മാറിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു. മാളവിക വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് തൻ്റെ മകളുടെ കുഞ്ഞു കൈകളിൽ പതുക്കെ തൊട്ടു. കുഞ്ഞ് അവളുടെ വിരലിൽ മുറുകെ പിടിച്ചപ്പോൾ മാളവികയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷ കണ്ണീറിറ്റു വീണു. ജിതിനേട്ടാ, നമ്മുടെ കുഞ്ഞ്. മാളവികയുടെ ശബ്ദമിടറി. നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമാണിത് മാളവിക. ജിതിൻ കുനിഞ്ഞ് മാളവികയുടെ നെറ്റിയിലും ഈർപ്പമുള്ള കവിളിലും ആഴത്തിൽ ചുംബിച്ചു. എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം തന്നതിന് നന്ദി മോളെ. ജിതിൻ മാളവികയുടെ തലയെ തലോടിക്കൊണ്ട് അവളെയും കുഞ്ഞിനെയും ഒന്നിച്ച് തൻ്റെ വിസ്താരമേറിയ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആ ആശുപത്രി മുറിയിൽ കഷ്ടപ്പാടുകളും അപമാനങ്ങളും നിറഞ്ഞ കഴിഞ്ഞ കാലമൊക്കെയും മാഞ്ഞുപോയി. സ്നേഹത്തിൻ്റെ ഒരു പുതിയ പ്രഭാതം അവർക്കായി വിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആശുപത്രിയിലെ ദിവസങ്ങൾക്ക് ശേഷം മാളവികയും കുഞ്ഞിനെയും കൂട്ടി ജിതിൻ ശങ്കരമംഗലം തറവാട്ടിലേക്ക് തിരിച്ചെത്തി. നിലവിളക്ക് കൊളുത്തിവെച്ച ലക്ഷ്മിയമ്മ കുഞ്ഞിനെയും അമ്മയും തറവാട്ടിലേക്ക് സ്വീകരിച്ചു. പൂമുഖത്ത് മാവിലെ തോരണങ്ങളും നിലവിളക്കിൻ്റെ വെളിച്ചവും പുതിയൊരു ഐശ്വര്യം നിറച്ചു. ആഴ്ചകൾ കടന്നുപോയി. കുഞ്ഞിൻ്റെ 28ാം കെട്ട് പേരിടൽ ചടങ്ങ് ഗംഭീരമായി നടത്താൻ തറവാട്ടുകാർ തീരുമാനിച്ചു. ആ മനോഹരമായ ദിനത്തിൽ കുഞ്ഞിനെ മടിയിൽ വെച്ച് ജിതിൻ അവളുടെ കുഞ്ഞു കാതിൽ 3 തവണ പേര് വിളിച്ചു. അവന്തിക, അവന്തിക, ജിതിൻ. തറവാട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരും സന്തോഷത്തോടെ കൈയടിച്ചു. മാളവികയുടെ കൈകളിൽ പിടിച്ച് ജിതിൻ അവളോട് ചേർന്ന് നിന്നു. തങ്ങളുടെ വിധിക്കപ്പെട്ട താലി അവരെ എത്തിച്ചേർത്ത് പരസ്പര സ്നേഹത്തിൻ്റെയും ഒടുങ്ങാത്ത പ്രണയത്തിൻ്റെയും പുതിയൊരു സ്വർഗത്തിലേക്കായിരുന്നു. ശങ്കരമംഗലം തറവാട് പൂത്തുലഞ്ഞത് കുഞ്ഞ് അവന്തികയുടെ കുസൃതികൾക്കൊപ്പമായിരുന്നു. രാത്രികളിൽ ഉറങ്ങാതെ കരയുന്ന മകളെയും തോളത്തിട്ട് ജിതിൻ മുറിയിലൂടെ നടക്കുന്നത് പതിവ് കാഴ്ചയായി മാറി. മാളവിക പ്രസവത്തിൻ്റെ തളർച്ചയിൽ പതുക്കെ ഉറങ്ങിപ്പോകുമ്പോൾ ജിതിൻ അവളെ ശല്യം ചെയ്യാതെ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പിറക്കി. എൻ്റെ മോൾ എന്താ ഉറങ്ങാത്തത്? അമ്മ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ജിതിൻ മകളുടെ കുഞ്ഞു വിരലുകളിൽ ഉമ്മ വെച്ച് പതുക്കെ മന്ത്രിക്കും. ഒരു രാത്രിയിൽ മാളവിക കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് ഉറക്കച്ചടവോടെ കുഞ്ഞിനെയും താരാട്ടുപാട്ടി ഉറക്കാൻ ശ്രമിക്കുന്ന ജിതിനെയാണ്. അവൾ പതുക്കെ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു. ജിതിനേട്ടാ, ഇങ്ങി തന്നെ, ഞാൻ എടുത്തോളാം. ജിതിനേട്ടൻ പോയി ഉറങ്ങ്. അവൾ സ്നേഹത്തോടെ അവൻ്റെ തോളിൽ തൊട്ടു. എൻ്റെ മാളവിക്കുട്ടി നന്നായി ഉറങ്ങിക്കോ. മകളെ നോക്കാൻ ഈ അച്ഛൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ജിതിൻ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവൻ്റെ കരുതലിന് മുന്നിൽ മാളവികയുടെ ഹൃദയം വീണ്ടും പ്രണയത്താൽ നിറഞ്ഞു. അവൾ ജിതിൻ്റെ തോളിലേക്ക് തലവെച്ച് തങ്ങളുടെ കുഞ്ഞിൻ്റെ കുഞ്ഞ് ശ്വാസച്ചൂടറിഞ്ഞ് ആ രാവിൽ ഒന്നിച്ചിരുന്നു. മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. കുഞ്ഞ് അവന്തികയ്ക്കിപ്പോൾ 3 മാസം പ്രായമായി. ചിരിക്കാനും കൈകാലുകൾ ഇട്ടടിക്കാനും തുടങ്ങിയ മകളെ നോക്കി ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും സമയം പോകുന്നതറിയില്ല. വൈകുന്നേരം കുഞ്ഞിനെ പാലൂട്ടിയ ശേഷം കട്ടിലിൽ കിടത്തി മാളവിക മുടി ഒതുക്കി കെട്ടുകയായിരുന്നു. ജനലിലൂടെ വന്ന ഇളം വെയിലിൽ അവളുടെ പ്രസവത്തിന് ശേഷമുള്ള സൗന്ദര്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. അകത്തേക്ക് വന്ന് ജിതിൻ ആ കാഴ്ച കണ്ടതും വാതിലടച്ച് പതുക്കെ അവളുടെ പുറകെ വന്നു നിന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി തോളിലേക്ക് മുഖം പൂഴ്ത്തി. ജിതിനേട്ടാ, മോൾ എഴുന്നേക്കും, വിട്. മാളവിക നാണത്തോടെ അവൻ്റെ കൈകളിൽ പിടിച്ചു. മോള് ശാന്തമായി ഉറങ്ങുകയല്ലേ മോളെ? എത്ര ദിവസമായി എൻ്റെ ഭാര്യയെ ഞാൻ ശരിക്കും അടുത്ത് കണ്ടിട്ട്. ജിതിൻ അവളുടെ കഴുത്തിലെ താലി അരിഞ്ഞണത്തിൽ ചുണ്ടുകൾ അമർത്തി. അതിനെപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കൂടെയുണ്ട്, പക്ഷെ ഈ പ്രണയം എനിക്ക് എപ്പോഴും വേണം. ജിതിൻ പതുക്കെ തല താഴ്ത്തി അവളുടെ അതരങ്ങളെ സ്വന്തമാക്കി. കുഞ്ഞിൻ്റെ സാന്നിധ്യത്തിൽ അമ്മത്തനത്തിൻ്റെ മനോഹാരിതയോടെ നിൽക്കുന്ന മാളവികയെ ജിതിൻ കൂടുതൽ വാത്സല്യത്തെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു.
തറവാട്ടിലെ ഉമ്മറത്ത് മുത്തശ്ശൻ്റെ മടിയിലിരുന്ന് കുഞ്ഞവന്തിക കളിച്ചിരികൾ പൊഴിക്കുകയാണ്. ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും അടുക്കളയിൽ സദ്യക്കുള്ള തയ്യാറെടുപ്പിലാണ്. മാളവിക കുഞ്ഞിനായി അയച്ച കാച്ചിയ എണ്ണയുമായി ഉമ്മറത്തേക്ക് വന്നപ്പോൾ ജിതിൻ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ട്, ഇതെന്താ ജിതിനേട്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അവൾ കൗതുകത്തോടെ ചോദിച്ചു. ജിതിൻ ബാൽക്കണിയുടെ കൈവരി ചാരി നിന്ന് മാളവികയെ തൻ്റെ മുന്നിലേക്ക് നിർത്തി ചേർത്ത് പിടിച്ചു. എൻ്റെ ജീവിതം ഇത്രയും മനോഹരമാക്കിയതിന്, നിന്നെ എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. ജിതിൻ അവളുടെ വിരലുകളിൽ സ്വന്തം വിരലുകൾ കോർത്തു പിടിച്ചു. ഞാനാണ് നന്ദി പറയേണ്ടത് ജിതിനേട്ടാ. വിധിച്ച താലി എന്നെ എത്തിച്ചത് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അരികിലേക്കാണ്. മാളവിക അവൻ്റെ നെഞ്ചിൽ തലവെച്ചു. താഴെ താഴ്വരയും മഞ്ഞു പെയ്യുമ്പോൾ, കാറ്റിൽ ശങ്കരമംഗലത്തിൻ്റെ പൂമണം നിറയുമ്പോൾ അവരുടെ പ്രണയത്തിന് ആകാശം സാക്ഷിയായി നിലകൊണ്ടു. സന്ധ്യയോടെ ശങ്കരമംഗലത്തിന് മുകളിൽ വീണ്ടും കറുത്ത മേഘങ്ങൾ കൂട്ടമായി വന്നു നിറഞ്ഞു. തണുത്ത കാറ്റും മഴത്തുള്ളികളും പൂമുഖത്തേക്ക് പെയ്തിറങ്ങി. മുറിയിൽ കുഞ്ഞവന്തിക ജിതിൻ്റെ വിരലുകളിൽ മുറുകെ പിടിച്ച് കുഞ്ഞിച്ചിരികൾ പൊഴിക്കുകയായിരുന്നു. മാളവിക ഉണങ്ങിയ വസ്ത്രങ്ങൾ മടക്കി വെക്കുന്നതിനിടയിൽ ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു. ജിതിൻ മെല്ലെ എഴുന്നേറ്റും കുഞ്ഞിനെ കട്ടിലേക്കെടുത്തി മാളവികയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ അവളുടെ കയ്യിലെ വസ്ത്രങ്ങൾ വാങ്ങി മാറ്റിവെച്ച് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി തന്നിലേക്ക് ചേർത്ത് നിർത്തി. ജിതിനേട്ടാ എന്താ ഇത്? മോൾ അവിടെ നോക്കുന്നുണ്ട്. മാളു നാണത്തോടെ കുഞ്ഞിന് നേരെ കണ്ണുകൾ അയച്ചു. മോൾ പാവമല്ലേ, അവൾ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നത് കണ്ട് പഠിക്കട്ടെ. ജിതിൻ കള്ളച്ചിരിയോടെ അവളുടെ കവളിൽ പതുക്കെ മൂക്കുരസി. പുറത്ത് മഴ കനക്കുമ്പോൾ മുറിക്കുള്ളിൽ അവരുടെ പ്രണയവും വാത്സല്യവും ആ രാത്രിയെ കൂടുതൽ മനോഹരമാക്കി. അവന്തികയ്ക്ക് 6 മാസം തികഞ്ഞ അന്ന് തറവാട്ടിൽ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. കുഞ്ഞിൻ്റെ ആദ്യത്തെ ചോറൂണ് ചടങ്ങ് തറവാട്ട് അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. കസവ് സാരിയിൽ സുന്ദരിയായി മാളവികയും സെറ്റും മുണ്ടും മേൽമുണ്ടും അണിഞ്ഞ് ഐശ്വര്യത്തോടെ ജിതിനും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ലക്ഷ്മിയമ്മയും മുത്തശ്ശനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ തങ്കത്തെടമ്പിലെടുത്ത പായസവും ചോറും ജിതിൻ കുഞ്ഞിൻ്റെ നാവിലേക്ക് ആദ്യമായി വെച്ചു കൊടുത്തു. അവന്തിക വായ തുറന്ന് അത് രുചിച്ചു നോക്കി. കണ്ണുകൾ വലുതാക്കിയപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി. ചടങ്ങ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോൾ ജിതിൻ മാളവികയെ ചേർത്ത് പിടിച്ചു മന്ത്രിച്ചു. നമ്മുടെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുകയാണ് മാളവിക. ചോറൂണ് ചടങ്ങിന് ശേഷം ബന്ധുക്കളെല്ലാം പിരിഞ്ഞുപോയ സായാഹ്നത്തിൽ തറവാട്ടുമുറ്റം വീണ്ടും ശാന്തമായി. മാളവിക അവന്തികയെ ഉറക്കി കട്ടിലേക്കെടുത്തിയ ശേഷം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. കുളിർക്കാറ്റ് അവളുടെ ഈർപ്പമുള്ള മുടിയിഴകളെ തലോടിപ്പോയി. പുറകെ വന്ന ജിതിൻ അവളെ പുറകിലൂടെ പുണർന്നു. എന്താ എൻ്റെ മാളവിക്കുട്ടി ആലോചിക്കുന്നേ? ജിതിൻ അവളുടെ തോളിൽ താടി വെച്ചു. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയേട്ടാ. ഒന്നുമില്ലാതിരുന്ന എന്നെ എല്ലാവരും ഉപേക്ഷിച്ച് എന്നെ ജിതിനേട്ടൻ കൈ പിടിച്ച് കയറ്റിയത് ഇവിടെ വരെയല്ലേ? മാളവികയുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. ജിതിൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. ഇനി ആ കണ്ണീർ എനിക്ക് കാണണ്ട. നീ എൻ്റെ വിധിയാണ് മാളവിക, ശങ്കരമംഗലത്തിലെ വെളിച്ചമാണ്. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞവന്തിക ഇപ്പോൾ പതുക്കെ മുട്ടിയിലെഴയാൻ തുടങ്ങി. തറവാട്ടിലെ വലിയ ഉമ്മറത്തൂടെ അവൾ ഇഴഞ്ഞു നടക്കുമ്പോൾ ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും പുറകെ ഓടും. ഒരു ദിവസം ജിതിൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കണ്ടത് മാളവികയുടെ സാരിത്തുമ്പിൽ പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുന്ന അവന്തികയാണ്. അച്ഛൻ്റെ മോൾ എഴുന്നേറ്റോ? ജിതിൻ സന്തോഷത്തോടെ ഓടി വന്ന് കുഞ്ഞിനെ കോരിയെടുത്ത് വായുവിൽ ഉയർത്തി. കുഞ്ഞ് സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചു. ജിതിനേട്ടാ പതുക്കെ, കുഞ്ഞ് പേടിക്കും. മാളവിക ഓടി അരികിലെത്തി. എൻ്റെ മോള് പേടിക്കില്ല, അവൾ ശങ്കരമംഗലത്തെ ധൈര്യശാലിയായ കുട്ടിയാണ്. ജിതിൻ കുഞ്ഞിനെയും മാളവികയെയും ഒന്നിച്ചു ചേർത്ത് പിടിച്ചു. രാത്രി കുഞ്ഞ് ശാന്തമായി ഉറങ്ങിയ ശേഷം മാളവിക ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലിരുന്ന് മുടി ചീക്കുകയായിരുന്നു. ജിതിൻ വാതിലടച്ച് പതുക്കെ നടന്നു വന്ന് അവളുടെ കയ്യിലെ ചീപ്പ് വാങ്ങി മാറ്റിവെച്ചു. അവൻ അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ച് അവളുടെ കഴുത്തിൻ്റെ മടക്കിലേക്ക് കതരങ്ങൾ അമർത്തി. ജിതിനേട്ടാ പെട്ടെന്നെന്താ? മാളവിക നാണത്തോടെ കണ്ണുകൾ അടച്ചു. എൻ്റെ ഭാര്യ ഒന്ന് പ്രണയിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് സമയവും സന്ദർഭവും വേണോ? ജിതിൻ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. നിന്റെ ഈ നാണമാണ് മാളവിക എനിക്ക് ഏറ്റവും ഇഷ്ടം. ജിതിൻ അവളുടെ നെറ്റിയിലും ചുണ്ടുകളിലും മാറി മാറി ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആ രാത്രി അവരുടെ പ്രണയത്തിന് വീണ്ടും പുതിയൊരു ആഴം നൽകി. കുഞ്ഞിന് 1 വയസ്സ് തികയാറായ സന്തോഷത്തിൽ ജിതിൻ മാളവികയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തു. തറവാട്ടിൽ നിന്ന് അകലെയല്ലാതെ മലനിരകളും തടാകവുമുള്ളൊരു സുന്ദരമായ സ്ഥലത്തേക്കായിരുന്നു യാത്ര. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവിൽ കാർ നിർത്തി ജിതിൻ മാളവികയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങി. കൈകളിൽ കുഞ്ഞ് അവന്തികയും ഉണ്ടായിരുന്നു.
എത്ര സുന്ദരമായ സ്ഥലമാണ് ജിതിനേട്ടാ ഇത്. മാളവിക സന്തോഷത്തോടെ ആ അന്തരീക്ഷം ശ്വസിച്ചു. നിന്റെ സന്തോഷത്തേക്കാൾ സുന്ദരമല്ല മാളവിക മറ്റൊന്നും. ജിതിൻ അവളുടെ കവിളിൽ തട്ടി. അവർ മൂവരും ചേർന്ന് അവിടെ കുറേ ചിത്രങ്ങളെടുത്തു. കുടുംബത്തിൻ്റെ സന്തോഷം ആ മേളം മലനിരകളിൽ അലയടിച്ചു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അടുത്ത ദിവസം രാവിലെ ഉമ്മറത്ത് ഭക്ഷണം കൊടുക്കുകയായിരുന്ന മാളവിക ജിതിൻ പത്രവും വായിച്ച് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കുഞ്ഞ് അവന്തിക ജിതിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് കുഞ്ഞു ശബ്ദത്തിൽ പറഞ്ഞു, അച്ഛാ. ജിതിൻ ഒരു നിമിഷം തറഞ്ഞു നിന്നും പോയി. അവൻ പത്രം താഴെയിട്ട് അത്ഭുതത്തോടെ മകളെ നോക്കി. അച്ഛാ. കുഞ്ഞ് വീണ്ടും വിളിച്ചു. അവന് നേരെ കൈകൾ നീട്ടി. ജിതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ കുഞ്ഞിനെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്തു. മോളെ, ഒന്നുകൂടി വിളിച്ച അച്ഛൻ്റെ കുട്ടി. മാളവിക സന്തോഷ കണ്ണീരോടെ ആ കാഴ്ച കണ്ടു നിന്നു. ഒരു അച്ഛൻ്റെയും മകളുടെയും ആ സ്നേഹബന്ധം തറവാട്ടിൽ സന്തോഷത്തിൻ്റെ അലകൾ സൃഷ്ടിച്ചു. വൈകുന്നേരത്തെ ചായയും കുടിച്ചു കഴിഞ്ഞ് ലക്ഷ്മിയമ്മ കുഞ്ഞിനെ ഉറക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം കിട്ടിയ സന്തോഷത്തിൽ ജിതിൻ മാളവികയെ കൂട്ടി തറവാട്ടിലെ കുളക്കടവിലേക്ക് നടന്നു. തടാകത്തിലെ തെളിനീരിൽ അസ്തമയ സൂര്യൻ്റെ ചുവപ്പുരാശി പടർന്നു കിടന്നിരുന്നു. പടിയിൽ മാളവികയോടൊപ്പം ചേർന്നിരുന്ന് ജിതിൻ അവളുടെ കൈവിരലുകൾ തൻ്റെ വിരലുകൾ കോർത്തു. മാളവിക, ഈ ജീവിതത്തിൽ എനിക്കിന്ന് ഒന്നും മതിയാവോളം വേണ്ട. നീയും നമ്മുടെ മോളും ഈ തറവാടും ഇത്രയും മതി. ജിതിൻ ആർദ്രമായി പറയും. എൻ്റെ പ്രാർത്ഥനയും അതുതന്നെ ജിതിനേട്ട. ജിതിനേട്ടനെ ഈ നെഞ്ചിലെ തണലിൽ മരണം വരെ എനിക്ക് കഴിയണം. മാളവിക അവൻ്റെ തോളിലേക്ക് തലയച്ചു. ദിവസങ്ങൾ കടന്നു പോകെ മാളവികയ്ക്ക് വീണ്ടും ചെറിയ രീതിയിലുള്ള ക്ഷീണവും തലകറക്കവും അനുഭവപ്പെടാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ഛർദിയും അസ്വസ്ഥതയും അവളെ അലട്ടി. അടുക്കളയിൽ വെച്ച് മാളവിക തല കറങ്ങി വീഴാൻ പോയതും ലക്ഷ്മിയമ്മ ഓടിയെത്തി അവളെ താങ്ങിപ്പിടിച്ചു. മോളെ മാളവിക, എന്താ പറ്റി? നല്ല ക്ഷീണമുണ്ടല്ലോ. ലക്ഷ്മിയമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു. അറിയില്ലമ്മേ, കഴിഞ്ഞ 2 ദിവസമായി നല്ല തലകറക്കവും ഛർദിലുമുണ്ട്, മാളവിക ക്ഷീണത്തോടെ പറഞ്ഞു. ലക്ഷ്മിയുടെ മുഖത്ത് പെട്ടെന്നൊരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. മോളെ, നമുക്കുടനെ ഡോക്ടറെ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ശങ്കരമംഗലത്ത് 2ാമതൊരു അതിഥി കൂടി വരാൻ പോകുകയാണെന്നാണ്. ലക്ഷ്മിയമ്മയുടെ വാക്കുകൾ കേട്ട് മാളവികയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ആശുപത്രിയിൽ പോയി പരിശോധിച്ച് ഡോക്ടർ ആ സന്തോഷ വാർത്ത സ്ഥിരീകരിച്ചു. മാളവിക വീണ്ടും ഗർഭിണിയാണ്. 2 മാസമായിരിക്കുന്നു. ആ വാർത്ത കേട്ടതും ജിതിൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ ആശുപത്രി മുറി വെച്ച് തന്നെ എല്ലാവരെയും മറന്ന് മാളവികയെ കെട്ടിപ്പിടിച്ചു. ജിതിനേട്ടാ, ആളുകൾ നോക്കുന്നു. മാളവിക അവൻ്റെ നെഞ്ചിൽ തട്ടി നാണത്തോടെ പറഞ്ഞു. നോക്കട്ടെ മോളെ, ഞാൻ വീണ്ടും അച്ഛനാകാൻ പോവുകയാണെന്ന സന്തോഷം എനിക്ക് അടക്കാനാകുന്നില്ല. ജിതിൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. വീട്ടിലെത്തിയത് ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും ചേർന്ന് മാളവികയെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. കുഞ്ഞവന്തികയും അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം കൊണ്ട് കളിച്ചിരികളിൽ പൊഴിച്ചു. മാളവിക വീണ്ടും ഗർഭിണിയായതോടെ ജിതിൻ്റെ ശ്രദ്ധയും കരുതലും ഇരട്ടിയായി. അവന്തികയെ നോക്കുന്നതിനൊപ്പം മാളവികയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ അവൻ അവളെ പൊന്നുപോലെ സംരക്ഷിച്ചു. രാത്രിയിൽ അവന്തിക ഉറങ്ങി ശേഷം ജിതിൻ മാളവികയ്ക്ക് അരികിൽ വന്നിരുന്നു. അവൻ അവളുടെ വയറ്റിൽ പതുക്കെ കൈവച്ച് തഴുകി. എൻ്റെ മാളവിക്കുട്ടിക്ക് സന്തോഷമായോ? അവൻ ആർദ്രമായി ചോദിച്ചു. ഒരുപാട് ജിതിനേട്ട, ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് അതിരുകളില്ല. അവൾ അവൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ഈ തണൽ, ഈ സ്നേഹം മരണം വരെ ഞാൻ നിനക്ക് കാത്തുവെക്കും. ജിതിൻ പതുക്കെ അവളുടെ അതരങ്ങളിലേക്ക് അമർന്നു. ശങ്കരമംഗലം തറവാട് വീണ്ടും ഒരു പുതിയ പൂത്തേലിനായി, പുതിയൊരു കുഞ്ഞതിഥിക്കായി കാത്തിരിക്കാൻ തുടങ്ങി. മാസങ്ങൾ തണുത്ത കാറ്റും പെയ്യുന്ന മഴയും പോലെ ശാന്തമായി കടന്നുപോയി. ശങ്കരമംഗലം തറവാട്ടിൽ വീണ്ടും സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും നാളുകളായിരുന്നു. മാളവികയുടെ 2ാമത്തെ ഗർഭകാലം 7ാം മാസത്തിലേക്ക് കടന്നതോടെ ജിതിൻ അവളുടെ ഓരോ ചെറിയ ആവശ്യങ്ങളും അറിഞ്ഞ് നിറവേറ്റിക്കൊടുത്തു. കുഞ്ഞവന്തിക ഇപ്പോൾ വീടൊട്ടാകെ നടന്ന് കളിക്കുകയും അമ്മയുടെ വയറ്റിൽ പെതുക്കെ തൊട്ട് വാവ എന്ന് കൊഞ്ചുകയും ചെയ്യുമായിരുന്നു. ആ കാഴ്ച കാണുമ്പോൾ ശങ്കരമംഗലത്തെ എല്ലാവരുടെയും ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദിവസങ്ങൾ വേഗത്തിൽ ഓടിമറിഞ്ഞു. മാളവികയുടെ 9ാം മാസത്തിലെ ഒരു പ്രഭാതത്തിൽ ശങ്കരമംഗലത്തേക്ക് വീണ്ടും ആ പുണ്യദിനം കടന്നു വന്നു. ലേബർ റൂമിന് പുറത്ത് പ്രാർത്ഥനയോടെ കാത്തു നിന്ന ജിതിൻ്റെ കൈകളിലേക്ക് ഡോക്ടർ സന്തോഷ വാർത്ത എത്തിച്ചു. ശങ്കരമംഗലത്തിൻ്റെ അവകാശിയായി ജിതിൻ്റെയും മാളവികയുടെ സ്നേഹത്തിൻ്റെയും പ്രതീകമായി ഒരു ആൺകുഞ്ഞു പറഞ്ഞിരിക്കുന്നു. സന്തോഷം കൊണ്ട് ജിതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കുഞ്ഞിനെയും മാളവികയും മാറി മാറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുഞ്ഞിന് 28 കെട്ടിൽ മുത്തശ്ശനെയും ലക്ഷ്മിയമ്മയും ചേർന്ന് മാധവ് എന്ന് പേരിട്ടു. തറവാട്ടിൽ അവന്തികയുടെയും മാധവിൻ്റെയും കളിച്ചിരികളും കുസൃതികളും നിറഞ്ഞതോടെ വീടൊരു സ്വർഗം പോലെയായി മാറി. ജിതിൻ തൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിലും കുടുംബത്തിനായി സമയം കണ്ടെത്തി. വൈകുന്നേരങ്ങളിൽ അവന്തികയെ തോളിലേറ്റി കുഞ്ഞു മാധവിനെ കൈയിലേന്തിയും
അവൻ മാളവികയോടൊപ്പം തറവാട് മുറ്റത്തെ പടിപ്പുരയിൽ വന്നിരിക്കുന്ന പതിവ് കാഴ്ചയെ വർഷങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോഴും അവരുടെ പ്രണയത്തിന് ആഴം കൂടുകയല്ലാതെ കുറഞ്ഞില്ല. ഒരു രാത്രി കുഞ്ഞുങ്ങൾ രണ്ടുപേര് ശാന്തമായി ഉറങ്ങിയ ശേഷം ജിതിൻ മാളവികയെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിലാവിൻ്റെ വെളിച്ചത്തിൽ തണുത്ത കാറ്റിൽ അവൻ അവളെ പുറകിലൂടെ ചേർത്ത് വെച്ച് അവളുടെ തോളിലേക്ക് മുഖം ചായ്ച്ചു. ജിതിൻ അവളുടെ വിരലുകളിൽ സ്വന്തം വിരലുകൾ കോർത്തു പിടിച്ച് ആ കയ്യിലെ വിധിക്കപ്പെട്ട താലിയിൽ പതുക്കെ എഴുതി: എല്ലാ നഷ്ടങ്ങളിലും അപമാനങ്ങളിലും തളർന്നുപോയ എന്നെ ചേർത്ത് പിടിച്ച ഈ സന്തോഷങ്ങളെല്ലാം തന്ന ജിതിനേട്ടനാണ്. മാളവിക അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് മന്ത്രിച്ചു: അല്ല മോളെ, നിന്റെ പരിശുദ്ധമായ മനസ്സും സ്നേഹവുമാണ് ഈ ശങ്കരമംഗലത്തിന് ജീവൻ തന്നത്. എൻ്റെ മരണം വരെ ഈ തണലും കരുതലും നിനക്കുള്ളതാണ്, ജിതിൻ ആർദ്രമായി പറഞ്ഞു. അവൻ പതുക്കെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ആഴത്തിലൊരു ഉമ്മ കൊടുത്തു. തങ്ങളെ ഒന്നാക്കിയ ആ വിധിക്കപ്പെട്ട താലിയെ തൊട്ടു തൊഴുത് സ്നേഹത്തിൻ്റെ ഒടുങ്ങാത്ത ആഴങ്ങളിൽ അലിഞ്ഞു ചേർന്ന് അവർ ആ സായാഹ്നത്തിൽ ഒന്നിച്ചു നിന്നു. ശങ്കരമംഗലം തറവാടിന് മുകളിൽ നിലാവൈശ്വര്യത്തിൻ്റെ വെളിച്ചം തൂകിക്കൊണ്ടിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലെ വീണ്ടും ഒരു പുതിയ കഥയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്.